ഹായ് ഓൾ, വെൽക്കം ടു നൈനാസ് കിച്ചൺ. ഞാൻ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് 1 കപ്പ് ക്യാബേജ് ഇതിലെല്ലാം ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ക്യാബേജ് ഞാൻ നീളത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇത് ഈ 1 കപ്പിനേക്കാൾ ഒരിത്തിരി കുറവായിരിക്കും. ഇത് ഏകദേശം 1 കപ്പ് തന്നെ ഗ്രേറ്റ് ചെയ്ത് നീളത്തിലാണ് എടുത്തേക്കണം. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ ഇതൊരു 5 ചെറിയ പച്ചമുളക് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് വേണം. കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല. അപ്പം നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചേർക്കുക. ഇതൊരു നാടൻ ടേസ്റ്റ് ഉള്ള ഒരു സ്പ്രിംഗ് റോൾ അല്ല, ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സ്പ്രിംഗ് റോളാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പ്രിംഗ് റോളാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മുട്ടയും കൂടി ചിക്കിയിടാം. ഞാനിപ്പോൾ മുട്ട ചിക്കിടുന്നില്ല, ചിക്കൻ മാത്രമേ ചേർക്കണുള്ളൂ. ചിക്കൻ ഞാൻ 1/2 കിലോ ചിക്കൻ എല്ലില്ലാത്ത പീസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി അതും മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഇത് ഞാൻ ചെയ്യണത് ഇതുപോലുള്ള നമ്മുടെ സമൂസ ഷീറ്റൊക്കെ കിട്ടുന്ന പോലത്തെ സ്പ്രിംഗ് റോൾ ഷീറ്റിലാണ് ഇത് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊട്ടും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദമാവും കൂടുതൽ കോൺഫ്ലവറും കൂടി എടുക്കാം. എന്നിട്ട് കലക്കിയിട്ട് ഉപ്പിട്ട് കലക്കിയിട്ട് അതിനെ തിന്നെ ദോശ ചുട്ടിട്ട് റോൾ ചെയ്താലും മതി. നമ്മൾ വെറുതെ മൈദയിൽ ഈ റോൾ ഉണ്ടാക്കരുത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ കോൺഫ്ലവറും കുറച്ച് മൈദയും ചേർത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുക, ലൂസ്. എന്നിട്ട് തിന്നായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കുക. അതാണ് ഇതിന് പകരമുള്ള ഒരു ഓപ്ഷൻ. ഇത് കിട്ടുകയാണെങ്കിൽ ഈ സ്പ്രിംഗ് റോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഇതിന് ചിക്കൻ റോളിന്റെ ടേസ്റ്റ് അല്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ റോൾ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബീൻസ് ഒക്കെ ഇടാറുണ്ട്. ഇതിൽ ഞാൻ ബീൻസ് ഒന്നും ഇടുന്നില്ല. ഈ രീതിയിലാണ് ഉണ്ടാക്കണം. ഒരുപാട് എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റോളാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്ലേവർ ഇല്ലാത്ത എന്ത് ഓയിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ സവാള കേട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ചെറിയ പച്ചമുളകായിരുന്നു, അധികം കട്ടിയില്ലാതെ കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ചേർക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ, ചെറിയ സ്പൂണിൽ 2 സ്പൂൺ കേട്ടോ. അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം. ഉപ്പ് ചേർത്താൽ വേഗം വഴന്ന് കിട്ടും. ഇതിൽ ഞാൻ വേപ്പലയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ല. ഒരു മല്ലിയിലയുടെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ചേർക്കുക. നിങ്ങൾ ക്യാരറ്റിനെ മെഷർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ക്യാബേജിനേക്കാൾ ഒരു ഇത്തിരി കുറവാണെന്നാണ് നല്ലത്. ഒരിക്കലും ക്യാബേജിനേക്കാൾ കൂടരുത് കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മട്ടിപ്പ് ടേസ്റ്റ് നമ്മുടെ റോളിന് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാളയും ക്യാബേജും ക്യാരറ്റും കൂടി ഉണ്ടല്ലോ, ഒരുമിച്ച് സവാള ഇതിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. ആ സമയം കൊണ്ട് ക്യാരറ്റും ക്യാബേജും വഴന്നും വരും, കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ സവാള ഫുള്ളായിട്ട് വഴന്നിട്ട് ചേർക്കണ്ട. ഒന്ന് വഴന്നൊരു ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ സമയത്തുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് ഞാനിതിലേക്ക് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുരുമുളക് 1/4 ടീസ്പൂൺ കുരുമുളക്, ഗരം മസാല, ഉപ്പ്, ഇത് 3 എടുത്ത് വെച്ചാൽ ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് പച്ചച്ചോവയെ മാറിക്കോളും, ഇതിലെല്ലാത്തിലും പിടിച്ചോളും. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ വേവിച്ചതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. കാരണം ചിക്കനിൽ ഉപ്പും എല്ലാം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഗരം മസാലയുടെ അളവും ഒരുപാട് കൂടരുത്, ഒരു ലൈറ്റ് ഫ്ലേവറേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ഇതൊരു നാടൻ ടേസ്റ്റ് ഉള്ള ഒരു സ്പ്രിംഗ് റോൾ അല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മുട്ടയും കൂടി വേറെ ചിക്കിയിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ക്യാബേജും ക്യാരറ്റൊക്കെ കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിലൊന്ന് ഷ്രെഡ് ചെയ്തിട്ടുണ്ടായി, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പിട്ട് വേവിച്ച ചിക്കൻ, ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട്. എല്ല് ഉള്ള പീസൊക്കെ മാറ്റി ഞാൻ വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ട്, ഉപ്പ് മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഉപ്പിട്ട് വേവിച്ചാണ്. പെപ്പർ പോലും ഇട്ടിട്ടില്ല. അതിനുള്ള എരിവൊക്കെ ഞാൻ ഈ സവാളയുടെ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പും എല്ലാം ഒന്ന് നോക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്.
ഇനി എരിവുണ്ട്. എരിവ് ഇപ്പൊ ഈ അളവ് വെച്ചിട്ട് ഒരു മീഡിയം എരിവാണുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂട്ടിയിടാട്ടോ. ഞാൻ എരിവ് അധികം ഈ പ്രാവശ്യം എടുത്തിട്ടില്ല. ഇതിനേക്ക് ഞാനിനി അരിഞ്ഞു വെച്ച മല്ലിയില ചേർക്കാണ്. ഇതോടെ നമ്മുടെ സംഭവം തീർന്നു. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഇത്രയും ചിക്കൻ വേണ്ടെങ്കിൽ ചിക്കൻ്റെ മെഷർ കുറച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ക്യാബേജ് ചേർക്കാട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാരറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ക്യാബേജിനേക്കാൾ കുറവെടുത്താൽ മതി. ക്യാരറ്റ് കൂടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ബീൻസ് വേണമെങ്കിൽ ഇടാം, പക്ഷെ നാടൻ റോളിൻ്റെ ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിതിൽ ബീൻസ് ഇടാറില്ല. എനിക്കത് അത്ര ഇതായിട്ട് തോന്നാറില്ല. അപ്പം ഇത് മസാല ശരിയായിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്യാം. ഇത് ഞാനൊരു ഷീറ്റ് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിന്നായിട്ടുള്ള കണ്ട് ഇത്രയും കട്ടിയുള്ളൂ, വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ്. സ്ക്വയർ ഷേപ്പാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 1 ടേബിൾ സ്പൂൺ മസാല നമുക്ക് ഇതിലേക്ക് വെക്കാം. ഈ മസാല ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പും എല്ലാം നോക്കാം. ഇതൊരു ക്രീമി ഷെയ്ഡാണ്. നമ്മൾ ഒട്ടും മഞ്ഞൾ ചേർക്കാത്തതുകൊണ്ട് ഇതിലേക്ക് ഉണ്ടാവൂല, മഞ്ഞ കളർ ഒന്നും ഉണ്ടാവൂല. ഈ ഷീറ്റ് എങ്ങനെ പൊതിയണേന്ന് കാണിച്ചു തരാം. ഇങ്ങനെ മസാല വെക്കാം, എന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വെക്കാം, ട്രയാങ്കിൾ ഷേപ്പ് പോലെ വെക്കാം കണ്ടോ. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് കവർ ചെയ്യാം. ഈ ഷീറ്റ് വാങ്ങുമ്പോൾ തന്നെ അതില് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ കവർ ചെയ്യണേന്ന് കണ്ടോ. ഒരു ലെറ്റർ പേഡിന്റെ ഒക്കെ ബാക്ക് കവർ പോലെ 2 സൈഡിൽ നിന്നും ഈ ട്രയാങ്കിൾ ഇങ്ങനെ മടക്കിയിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കാം. അപ്പൊ നമ്മൾ ഈ കവർ ലെറ്റർ ഒക്കെ തന്നെ കവർ പോലെ ആവും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്താൽ മതി. റോള് റെഡിയായി കണ്ടോ. ഇനി മൈദ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിത് മൈദ കലക്കിയ വെള്ളത്തിൽ വേണമെങ്കിൽ ഇത് ഒട്ടിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വെറുതെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ തന്നെ ഇത് ഒട്ടും. അപ്പൊ ഞാൻ വെറുതെ വെള്ളം കൊണ്ടാണ് സാധാരണ ഒട്ടിക്കാറ്. അപ്പൊ കണ്ടോ നമ്മുടെ റോള് ഒരെണ്ണം റെഡിയായേ. അപ്പൊ അതെ അടുത്ത റോൾ ഞാൻ ഫില്ല് ചെയ്യാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മസാല വയ്ക്കാം. ഒരുപാട് ആവരുത്, തീരെ കുറയാനും പാടില്ല. അപ്പൊ 1 ടേബിൾ സ്പൂൺ മസാലയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മസാല നല്ല ടേസ്റ്റ് ഉള്ള മസാലയാണ്. ഇപ്പൊ നോമ്പൊക്കെ വരികയല്ലേ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മടക്കി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതേപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടേക്ക് അടഞ്ഞു. ഇത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. റോള് റെഡിയാവും കേട്ടോ. തിന്നാണെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ കുറച്ച് തിക്നെസ് കിട്ടും. എന്നിട്ട് നമ്മുടെ വെള്ളം ജസ്റ്റ് ഈ അറ്റത്തെ സ്ഥലം ഉണ്ടല്ലോ, ഈ ട്രയാങ്കിൾ, ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മൈദ മുക്കി ബാറ്റർ ആയാലും കുഴപ്പമില്ല. നമ്മൾ സമൂസയൊക്കെ അടയ്ക്കണ പോലെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇങ്ങനെ ആക്കിയിട്ട് ഇതാവാം. റോള് റെഡി. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി. ഞാൻ എൻ്റെ റോള് മൊത്തം ആക്കിയിട്ടുണ്ട് കേട്ടോ, ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റോള് ഫില്ല് ചെയ്തിട്ടും എൻ്റെ മസാല ഒരു 10 റോളും കൂടി ഫില്ല് ചെയ്യാനുള്ളത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചാണ് മസാല ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കാണിച്ച ക്വാണ്ടിറ്റിയുടെ അത്രയും ഫില്ല് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 സ്പ്രിംഗ് റോളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് വെറുതെ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിച്ചാലും മതി. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മുട്ടയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇതിൽ മുക്കിയിട്ടാണ് ഞാൻ പൊരിക്കണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ ഇതാവണ സമയത്ത് എവിടെയെങ്കിലും ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലല്ലോ അത് മുഴുവൻ ഈ മുട്ടയിൽ മുക്കുമ്പോൾ അങ്ങ് അടഞ്ഞു പോയിക്കോളും. അപ്പൊ എണ്ണ കുടിക്കൂല റോള്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ഇതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലും ഒന്നും കൂടി റോൾ ചെയ്തിട്ട് അങ്ങനെയും പൊരിക്കാറുണ്ട്. ഞാൻ ചില സമയത്ത് അങ്ങനെയും ഫ്രൈ ചെയ്യാറുണ്ട്. ഇപ്പൊ എളുപ്പത്തിന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടി കുറച്ചുകൂടി ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഞാനിത് വെറുതെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ 2 മുട്ട എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചില്ലെന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു തിൻ ലെയർ ആയിട്ടുള്ള കോട്ടിങ് മതി. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഞാൻ എൻ്റെ സ്പ്രിംഗ് റോള് ജസ്റ്റ് ഇങ്ങനെ മുക്കിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇതിലുള്ള മുട്ടയുടെ അംശം കളയാം. ഒരു തിൻ കോട്ടിങ് മതി. എന്നിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യണത്. ഇപ്പം എണ്ണ ചൂടാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ കുറച്ചിലോട്ട് പൊരിച്ചു കോരി അതെല്ലാം എണ്ണയിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇതാ കണ്ട ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേഗമായി കിട്ടും. നമ്മൾ സമൂസ ഇടുന്ന പോലെ തന്നെ വേഗമായി കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചു കോരാൻ പറ്റും. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ നോമ്പൊക്കെ വരുമല്ലേ, അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. വലിയ എരിവൊന്നും ഇല്ലാതെ നോമ്പിൻ്റെ ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്പൈസ് ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു എയർ ബോക്സിൽ ഉണ്ടല്ലോ കണ്ടെയ്നറിലോ ആക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ 1 മാസത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ നോമ്പൊക്കെ ആവുന്ന ടൈമിൽ എപ്പോഴും ഇങ്ങനെ റോൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കലാണ് ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ടൈം അധികം വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഇബാദത്തൊക്കെ ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ ഇതാ റോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് കോരിയാൽ മതി. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് കോരാ. ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം.
ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യണത്. വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ലൈറ്റായിട്ട് നന്നായിട്ട് ഈ മുട്ടയുടെ അംശം ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ വടിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര മുട്ടയുടെ കോട്ടിങ് വരും. അത് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ്ങും മതി. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് റോൾ ചെയ്യണ സമയത്ത് ഇതിൽ വന്ന ഹോൾസ് ഒക്കെ ഒന്ന് അടയണം, പിന്നെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടണം. അത്രേ ഉള്ളൂ നമ്മൾ ഈ മുട്ട ഡിപ്പ് ചെയ്യണതിനുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ മറിച്ചും തിരിച്ചുവിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഫുള്ളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാവുമ്പോൾ കോരിയെടുത്താൽ മതി. ഈ കളറാണ് ഏകദേശം വരേണ്ടത്. അപ്പോൾ ആദ്യം ഇടുന്നത് ആദ്യം ആവും കേട്ടോ. എൻ്റെ എണ്ണ എനിക്ക് തോന്നണതേ കുറച്ച് നേരം ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടി ചൂടായിട്ടില്ല, അതാണ് തോന്നുന്നു പെട്ടെന്ന്. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാൻ പറ്റും. വേഗം കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രിംഗ് റോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ കോരിയാൽ മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വെജ് വേണമെങ്കിൽ വെജ്, അങ്ങനെ ഏത് വേർഷനിലേക്കും മാറ്റാം. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.